ഹായ്, ഏറെ രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു പാലത്തിലൂടെ നടന്നു നീങ്ങുന്ന നിഗൂഢനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അജയ്യനായ ഒരു യോദ്ധാവ് പെട്ടെന്ന് അയാളുടെ വഴി തടഞ്ഞു. അതോടെ അയാളുടെ ആ യാത്ര നിന്നു. ജാൻസിസൺ അല്ലെങ്കിൽ ലളിതമായി യാൻസി എന്ന് വിളിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു കൊലയാളിയാണ് ആ നിഗൂഢ മനുഷ്യനെന്ന് പിന്നാലെ വെളിപ്പെട്ടു. യാൻസി കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന തന്റെ അനിയന്റെ മരണത്തിന് പ്രതികാരം വീട്ടാനായിരുന്നു ആ യോദ്ധാവ് വന്നത്. അതിനാണ് അയാൾ യാൻസിയുടെ വഴി തടഞ്ഞതും. വികാര വിക്ഷോഭത്താൽ നിറഞ്ഞിരുന്ന ആ യോദ്ധാവ് ആ കൊലപാതകം ചെയ്യാൻ യാൻസിക്ക് കൊട്ടേഷൻ നൽകിയത് ആരാണ് എന്ന് ചോദിച്ചു. എന്നാൽ ഒരു പ്രൊഫഷണൽ അസാസിനായി യാൻസി യാതൊരു വിവരവും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഈ വിസമ്മതം യോദ്ധാവിനെ ദേഷ്യം പിടിപ്പിക്കുകയും അവർ തമ്മിൽ കടുത്ത പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. മാരകമായ യുദ്ധമുറകൾ വശമുള്ള അതീവ വൈദഗ്ധ്യമുള്ള കൊലയാളിയായതിനാൽ യാൻസി തന്റെ എതിരാളിയായ ആ മനുഷ്യനെ എളുപ്പത്തിൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തി. ആ പോരാട്ടത്തിനു ശേഷം യാൻസി വീണ്ടും തന്റെ യാത്ര തുടർന്നു. വഴിമധ്യേ അയാൾ സൂയ കിങ് എന്ന മറ്റൊരു യോദ്ധാവിനെയും അയാളുടെ പങ്കാളിയായ ചൂട്ടിയെയും കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ചയിൽ തന്നെ വഞ്ചിച്ച് തന്റെ കാമുകനെ കൊല്ലാൻ ചൂട്ടി യാൻസിക്ക് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു. തന്റെ കാമുകൻ ഒരു കാലത്ത് തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും എന്നാൽ വിവാഹ ദിവസം തന്നെ തനിച്ചാക്കി ക്രൂരമായി ഉപേക്ഷിച്ചു പോയെന്നും അവൾ ഓർത്തെടുത്തു. ഹൃദയം തകർന്ന വേദന സഹിക്കാമായിരുന്നുവെങ്കിലും അപമാനം താങ്ങാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ചൂട്ടി ഓർത്തു പറഞ്ഞു. സുപ്രീം സോർട്ട് സ്കൂളിന്റെ മൂന്നാമത്തെ മാസ്റ്ററായ ഷിയോപാങ് ആണ് തന്റെ കാമുകനെന്നും അവൾ വെളിപ്പെടുത്തി. ഷിയോപാങ് എന്ന പേര് കേട്ടയുടൻ യാൻസി അവളുടെ ആ വാഗ്ദാനം നിരസിച്ചു. ആയോധനകലാ ലോകത്ത് തന്റെ ഒരേ ഒരു എതിരാളി ഷിയോപാങ് ആണെന്നും പുറത്തുനിന്നുള്ള ആരുടെയും ഇടപെടലില്ലാതെ സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് അയാളെ കൊല്ലാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും യാൻസി വ്യക്തമാക്കി. ആ നിരസിക്കൽ ചൂട്ടിയെ ദേഷ്യം പിടിപ്പിച്ചു. അവൾ അതോടെ യാൻസിയെ ആക്രമിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ നല്ലൊരു പോരാട്ടം നടന്നു. യാൻസി അവളെ എളുപ്പത്തിൽ കീഴടക്കുന്നുവെങ്കിലും അവളെ കൊല്ലാൻ മനസ്സ് വരാതെ യാൻസി തന്റെ യാത്ര തുടർന്നു. അടുത്ത ദിവസം ഷിയോപാങ്ങിനെ വെല്ലുവിളിക്കാനുള്ള ആഗ്രഹത്തോടെ യാൻസി സുപ്രീം സോർട്ട് സ്കൂളിന്റെ ആസ്ഥാനത്തേക്ക് പോയി. എന്നാൽ ഷിയോപാങ്ങിന്റെ പിതാവായ മാസ്റ്റർ സൂയി തന്റെ മകൻ ഒരു മാസം മുമ്പ് അന്തരിച്ചു എന്ന വാർത്ത അവനെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതോടെ യാൻസിയുടെ പ്രതീക്ഷകൾ തകർന്നു. ദേഷ്യം നിറഞ്ഞ യാൻസി ഷിയോപാങ്ങിന്റെ പേരെഴുതിയ അവിടുണ്ടായിരുന്ന ശവപ്പെട്ടി വെട്ടിപ്പൊളിച്ച് തന്റെ നിരാശ പ്രകടിപ്പിച്ചു. ഈ പ്രവൃത്തി അവരുടെ ആ വിദ്യാലയത്തെ അപമാനിക്കുന്ന രീതിയിൽ കണക്കാക്കപ്പെടുകയും അവിടുത്തെ ശിഷ്യന്മാരും മാസ്റ്റർമാരും ചേർന്ന് അയാളെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. യാൻസിയാകട്ടെ അവർക്കെതിരെ പൊരുതാൻ നിന്നു. ഈ പോരാട്ടത്തിനിടയിൽ യാൻസിയുടെ അസാധാരണമായ ആയോധന പാടവം കണ്ട് മാസ്റ്റർ സൂയി അത്ഭുതപ്പെട്ടു. ഒടുവിൽ യാൻസിയുടെ ദുഃഖം മനസ്സിലാക്കിയ മാസ്റ്റർ പോരാട്ടം അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഒരു യഥാർത്ഥ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം യോഗ്യനായ ഒരു എതിരാളിയെ നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടതുപോലെയുള്ള ആഴമേറിയ ഏകാന്തത സമ്മാനിക്കുമെന്ന് അദ്ദേഹം അപ്പോൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. ആ സംഭാഷണത്തിനിടയിൽ യാൻസി പെട്ടെന്ന് രക്തം തുപ്പി. താനൊരു മാരകരോഗത്തിന് അടിമയാണ് എന്നയാൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. കടുത്ത നിരാശയോടെ യാൻസി അവിടെ നിന്നും ഇറങ്ങി. 10ാം വയസ്സു മുതൽ ഷിയോപാങ്ങിനെ പരാജയപ്പെടുത്തി ഒരു ഇതിഹാസമാകാൻ വേണ്ടിയായിരുന്നു അയാൾ കഠിനമായി പരിശീലിച്ചിരുന്നത്. ഇപ്പോൾ ആ സ്വപ്നം ഇല്ലാതായിരിക്കുന്നു. നിരാശ പൂണ്ട യാൻസി ആയോധനകലാ ലോകത്ത് ഇനി യോഗ്യരായ എതിരാളികൾ തനിക്കില്ല എന്ന് കരുതി തന്റെ വാൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, വിരമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ഷിയോപാങ്ങിന്റെ മരണവാർത്ത കേട്ട് ചൂട്ടിയും തകർന്നു പോയിരുന്നു. ആ ദുഃഖത്തിൽ തന്റെ വിശ്വസ്തനായ കാവൽക്കാരൻ യായിങ്ങിനോട് തന്റെ വേലക്കാരിയായ ഹെല്ലിമയെ വിവാഹം കഴിക്കാൻ അവൾ ഉത്തരവിട്ടു. താൻ അനുഭവിച്ചതുപോലെയുള്ള ഏകപക്ഷീയമായ പ്രണയത്തിന്റെ വേദന യായിങ് അനുഭവിക്കാതിരിക്കാനായിരുന്നു അവൾ ബോധപൂർവം അത് ചെയ്തത്. എന്നാൽ താൻ ഇപ്പോഴും ചൂട്ടിയെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞ യായിങ് അവളുടെ തീരുമാനത്തെ ശക്തമായി നിരസിച്ചു. ഷിയോപാങ്ങിനോടുള്ള പ്രണയത്തിൽ അന്ധയായ ചൂട്ടി അയാളെ ക്രൂരമായി തള്ളിക്കളഞ്ഞു. ഹൃദയം തകർന്ന യായിങ് ആകട്ടെ തനിക്ക് അവളോടുള്ള ഭക്തി പൂർണ്ണമാണെന്ന് തെളിയിക്കാൻ ഭയാനകമായ ഒരു പ്രവൃത്തി ചെയ്തു. തന്റെ വേലക്കാരി ഹെല്ലിമയെ അവിടെ വെച്ച് തന്നെ അവൻ കൊന്നു.
ഇതേസമയം മറ്റൊരു സ്ഥലത്ത് മദ്യപിച്ചൊരു യുവാവ് ഒരു വേശ്യാലയത്തിലെത്തിച്ചേർന്നു. അയാൾ സമ്പന്നനായ ഒരു ഇടപാടുകാരനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവിടുത്തെ ഉടമസ്ഥ അയാളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ ആ യുവാവിന്റെ കയ്യിൽ പണമില്ലെന്ന കാര്യം അധികം വൈകാതെ വ്യക്തമായി. തനിക്കൊരു പേര് പോലുമില്ല എന്നയാൾ പറഞ്ഞപ്പോ ഉടമസ്ഥ കൂടുതൽ ആശ്ചര്യപ്പെട്ടു. തുടർന്ന് അവൾ അയാൾക്കൊരു പേരിട്ടു. 4 ദിവസത്തെ താമസത്തിന്റെ കടം വീട്ടുന്നതിന് അയാളെ അവിടെ ഒരു വേലക്കാരനായി ജോലി ചെയ്യാൻ ഉടമസ്ഥ നിർബന്ധിക്കുകയും ചെയ്തു. മറുവശത്ത് യാൻസി ആകട്ടെ ഒരു വൈദ്യനിൽ നിന്ന് ചികിത്സ തേടി ഒരു മലമുകളിലേക്ക് യാത്ര ചെയ്തു. വിട്ടുമാറാത്ത കഠിനാധ്വാനം മൂലമാണ് യാൻസിയുടെ ഈ അവസ്ഥ വന്നതെന്നും അത് അയാളുടെ രക്തകോശങ്ങളെ നശിപ്പിക്കുകയും ആന്തരിക ഊർജ്ജപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നും വൈദ്യൻ വിശദീകരിച്ചു. തന്റെ രോഗം ഭേദമാക്കാൻ കഴിയാത്തതാണെന്ന വൈദ്യന്റെ പ്രഖ്യാപനം യാൻസിയെ വല്ലാതെ ഞെട്ടിച്ചു. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. രോഗം മാറ്റാൻ കഴിയില്ലെങ്കിലും പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒരു മരുന്ന് വൈദ്യൻ അയാൾക്ക് നൽകി. ബാക്കിയുള്ള ദിവസങ്ങൾ പരമാവധി നന്നായി ജീവിക്കാൻ വൈദ്യൻ അയാളെ ഉപദേശിച്ചു. തന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിയ യാൻസി അതോടെ സ്വന്തം ശവകുടീരം ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതേസമയം വേശ്യാലയത്തിലാകട്ടെ മിയ എന്ന സ്ത്രീ തന്റെ സേവനം ഉപയോഗിച്ച് 2 പുരുഷന്മാരോട് പണം ആവശ്യപ്പെടുകയായിരുന്നു. അവർ പണം നൽകാൻ വിസമ്മതിച്ചപ്പോ അവിടെ ഒരു ബഹളമുണ്ടായി. എസി എന്ന യുവാവ് അതിനിടയിൽ പ്രശ്നം തീർക്കുവാൻ മുന്നിട്ടു വന്നു. അവിടെ അസാധാരണമായി ഒന്ന് സംഭവിച്ചു. ആവർത്തിച്ച് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നവർ ജോലിക്കാരനായി അവിടെ നിൽക്കുന്ന എസിയുടെ ശരീരത്തിൽ ആവർത്തിച്ച് കുത്തിയെങ്കിലും അയാൾ വീഴാതെ നിന്നു. അയാളുടെ ഈ അതിജീവന ശേഷി കണ്ടുപോയെന്ന് ആ 2 പേരും ഉടൻ തന്നെ പണം നൽകി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത ദിവസം തന്റെ പേര് പോലും അറിയാതെ അവിടെ നിന്ന് എസിയുടെ മുറിവുകൾ മിയ വെച്ചുകെട്ടി. വൈകാതെ എസി ഒരു നല്ല മനുഷ്യനാണെന്ന് അവൾ മനസ്സിലാക്കുകയും തനിക്ക് അയാളോട് തോന്നിയ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. അതുകൂടാതെ ആ ഒരു നിമിഷത്തിൽ മിയ തന്റെ ശരീരം പോലും സൗജന്യമായി എസിക്ക് വാഗ്ദാനം ചെയ്തു. അടുത്ത ദിവസം പുറത്തേക്ക് പോയ എസി തന്റെ ജീവിതം തികച്ചും വിലകെട്ടതാണ് എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഭാഗ്യവശാൽ മ്യാവൂസു എന്ന ദയുള്ളൊരു മനുഷ്യൻ ആ പ്രവൃത്തി കണ്ട് അയാളെ തടഞ്ഞു. ആത്മാർത്ഥമായ വാക്കുകളാൽ മ്യാവൂസു അയാളെ ആശ്വസിപ്പിക്കുകയും താൻ ചെയ്യാൻ പോയ ആത്മഹത്യ എന്ന തെറ്റിന്റെ ഗൗരവം എസിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. എസിയുടെ ശ്രദ്ധ തിരിക്കുന്നതിനായി മ്യാവൂസു അയാളെ തന്റെ കൂടെ ജോലി ചെയ്യാൻ ക്ഷണിച്ചു. തോട്ടിപ്പണിയാണ് ജോലിയെങ്കിലും ഇരുവരും അത് സന്തോഷത്തോടെയും വിനയത്തോടെയും ചെയ്യുകയായിരുന്നു. ജോലിക്ക് ശേഷം മ്യാവൂസു എസിയെ തന്റെ അമ്മയെ പരിചയപ്പെടുത്താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എസിയെ സ്വീകരിക്കുന്നതിൽ വൃദ്ധയായ മ്യാവൂസുവിന്റെ അമ്മ ഏറെ സന്തുഷ്ടിയായി കാണപ്പെട്ടിരുന്നു. തന്റെ മകന്റെ കൂടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ സുന്ദരനാണ് എന്നവർ അഭിപ്രായപ്പെട്ടു. അവർ പിന്നീട് ലളിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ തനിക്കൊരു അനിയത്തിയുണ്ടെന്നും അവൾ നഗരത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും മാസത്തിലൊരിക്കൽ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ എന്നും മ്യാവൂസു പറഞ്ഞു. എസി അതൊക്കെ കേട്ടിരുന്നു. അതേസമയം മറുവശത്ത് വേശ്യാലയത്തിൽ മിയയാകട്ടെ അക്രമാസക്തനായ ഒരു ഇടപാടുകാരനാൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയായിരുന്നു. ശരീരം മുഴുവൻ പരിക്കേറ്റിയവൾ അത് മതിയാക്കാൻ തീരുമാനിക്കുകയും തന്റെ സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോരുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുന്നത്. മിയ യാഥാർത്ഥ്യത്തിൽ മ്യാവൂസുവിന്റെ അനിയത്തിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൾക്കേറ്റ പരിക്കുകളെക്കുറിച്ച് എസി ചോദിച്ചപ്പോ താൻ തന്റെ ആ മോശം ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണെന്നും പുതിയൊരു ജീവിതം തുടങ്ങാനാവശ്യമായ പണം താൻ സമ്പാദിച്ചിട്ടുണ്ടെന്നും മിയ അവനോട് പറഞ്ഞു. എന്നാൽ വേശ്യാലയത്തിന്റെ ഉടമയ്ക്ക് തന്റെ ഏറ്റവും മൂല്യമുള്ള സ്വത്തായ മിയയെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നു. കാരണം അവൾക്ക് പണം നൽകിയാൽ ആരെയും ഭയമില്ലാതെ സേവിക്കാൻ മിയ എപ്പോഴും മുന്നിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മിയയെ പിടികൂടി ബലമായി തിരികെ കൊണ്ടുവരാൻ ആ ഉടമ തന്റെ ഗുണ്ടകളെ അയച്ചു. അന്ന് മിയയും കുടുംബവും മാർക്കറ്റിലായിരിക്കുമ്പോൾ ഗുണ്ടകൾ അവിടെ എത്തി അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. അവളെ സംരക്ഷിക്കാൻ എസിയും മ്യാവൂസുവും ഗുണ്ടകൾക്കെതിരെ തിരിച്ചടിച്ചു. ആ സംഘട്ടനത്തിനിടയിൽ മുതലാളി വാടകയ്ക്കെടുത്ത ഗുണ്ടകളിൽ ഒരാൾ എസിയുടെ മുഖം തിരിച്ചറിഞ്ഞു. അതോടെ അയാളുടെ മുഖം കടുത്ത ഭയത്താൽ നിറഞ്ഞു. ആ സമയത്താണ് സ്വന്തം മരണത്തിനുള്ള ഒരുക്കമായി വാങ്ങിയ കല്ലടയാളവും ചുമന്ന് യാൻസി അവിടെ കൂടി കടന്നു പോകുന്നത്. യാൻസിയെയും എസിയെയും അവിടെ ഒന്നിച്ചു കണ്ട് തിരിച്ചറിഞ്ഞ ആ ഗുണ്ടകളുടെ തലവൻ ഭയം കാരണം മലമൂത്ര വിസർജനം ചെയ്തു പോവുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. യാൻസിയെ കണ്ടാണ് അവർ പേടിച്ചോടിയത് എന്നായിരുന്നു ഗ്രാമീണർ ചിന്തിച്ചത്. യാൻസി ഒരു ഇതിഹാസ മാസ്റ്ററാണ് എന്ന തരത്തിൽ അവർ ചിന്തിച്ചു. തങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന കൊള്ളക്കാരിൽ നിന്ന് ഗ്രാമത്തെ സംരക്ഷിക്കാൻ എസിയെ കുംഫു പഠിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് അവർ ശ്മശാനത്തിൽ ജോലി ചെയ്തിരുന്ന യാൻസിക്ക് അടുത്തേക്കെത്തി. അന്ന് രാത്രി യാൻസി വേശ്യാലയുടമയുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറുകയും കാവൽക്കാരെ മുഴുവൻ വകവരുത്തുകയും ചെയ്തു. ആ പ്രദേശത്തെ ദീർഘകാലമായി ഭയപ്പെടുത്തിയിരുന്ന ക്രൂരനായ കൊള്ളക്കാരനായ മുതലാളിയെ യാൻസി കണ്ടെത്തി ഗ്രാമവാസികൾക്ക് വേണ്ടി ഒട്ടും മടിക്കാതെ വധിക്കുകയും ചെയ്തു. ആ
ഏകാധിപതിയുടെ മരണവാർത്ത പെട്ടെന്ന് ഗ്രാമം ഒട്ടാകെ പടർന്നു. ഗ്രാമം മുഴുവൻ ആഘോഷത്തിൽ ആറാടി. തന്റെ മരണം അടുത്തിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന യാൻസി എസിയുടെ യഥാർത്ഥ വ്യക്തിത്വം അറിയാതെ തന്നെ അയാളെ തന്റെ ശിഷ്യനായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. തന്റെ മരണശേഷവും തന്റെ ആയോധനകലാ പാരമ്പര്യം നിലനിർത്താൻ ഒരാൾ വേണമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. തന്റെ ഏറ്റവും മികച്ച വാൾമുറകൾ, രഹസ്യങ്ങൾ അയാൾക്ക് കൈമാറാൻ യാൻസി ആഗ്രഹിച്ചു. എസി തന്റെ ഈ ശൈലി വശത്താക്കിയാൽ ഒരു യോദ്ധാവിനും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് യാൻസി അവകാശപ്പെടുകയും ചെയ്തു. നിഷ്കളങ്കത നടിച്ചുകൊണ്ട് എസി യാൻസി കാണിച്ചു കൊടുത്ത ഓരോ ചലനങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. പിന്നീട് തടാകത്തിന്റെ കരയിൽ വെച്ച് ലോകപ്രശസ്ത വാൾമാസ്റ്ററായ ഷിയോപാങ്ങുമായി ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ കഴിയാത്തതിലുള്ള തന്റെ വലിയ വിഷമം എസിയോട് യാൻസി പങ്കുവെക്കുകയും ചെയ്തു. എസി എപ്പോഴും മൗനം പാലിച്ചതേയുള്ളൂ. തന്റെ വാക്കുകളുടെ ഗൗരവം മനസ്സിലായതുകൊണ്ടാണ് എസി മിണ്ടാതിരിക്കുന്നത് എന്നായിരുന്നു യാൻസി ചിന്തിച്ചത്. വീണ്ടും തന്റെ അവസാന മണിക്കൂറുകൾക്കായി യാൻസി ശ്മശാനത്തിലേക്ക് മടങ്ങി. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഷിയോപാങ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന വാർത്ത വിശ്വസ്തനായ ഒരു ചാരൻ വഴി ചൂട്ടി അറിഞ്ഞു. അവൾ ഉടൻ തന്നെ മിയയുടെ വീട്ടിൽ അയാളെ കണ്ടെത്തി. അവിടെ വെച്ച് ചൂട്ടി മിയയ്ക്ക് മുന്നിൽ ഒരു ബോംബ് പൊട്ടിച്ചു. എസി യഥാർത്ഥത്തിൽ പരാജയമറിയാത്ത 1-ാം നമ്പർ വാൾപയറ്റ് മാസ്റ്ററായ ഷിയോപാങ് ആണെന്നും തന്റെ പ്രതിശ്രുത വരനാണെന്നും അവൾ വെളിപ്പെടുത്തി. തന്റെ കുടുംബത്തിന്റെ വിവാഹ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിവാഹ ദിവസം ഷിയോപാങ് ഓടിപ്പോയതാണ് എന്നവൾ വിശദീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഷിയോപാങ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു അക്രമാസക്തമായ അന്തരീക്ഷം ഒഴിവാക്കാൻ അയാൾ അനിഷ്ടത്തോടെയെങ്കിലും ചൂട്ടിയുടെ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. താൻ സ്നേഹിക്കുന്ന മനുഷ്യനെ മറ്റൊരു സ്ത്രീ അങ്ങനെ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനേ മിയക്കപ്പോൾ സാധിച്ചുള്ളൂ. അവൾ ഹൃദയം തകർന്നിരുന്നു. അടുത്ത ദിവസം ശ്മശാനത്തിൽ തുടരുകയായിരുന്ന യാൻസിക്ക് ആ ഞെട്ടിക്കുന്ന വാർത്ത നൽകാൻ ഒരു ദൂതനെത്തി. ഷിയോപാങ് ജീവിച്ചിരിപ്പുണ്ടെന്നും എസി എന്ന പേരിൽ ജീവിക്കുകയായിരുന്നെന്നും അയാൾ അറിഞ്ഞു. അതോടെ യാൻസിയിലെ യോദ്ധാവിന്റെ വീര്യമുണർന്നു. പക്ഷേ ഒരു കഠിനമായ യാഥാർത്ഥ്യം പെട്ടെന്ന് യാൻസി തിരിച്ചറിഞ്ഞു. താൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിച്ച മനുഷ്യന് തന്നെയാണ് തന്റെ രഹസ്യ വിദ്യകളെല്ലാം താൻ പഠിപ്പിച്ചു കൊടുത്തത്. അതിനാൽ ഇനി ഒരു വിജയം തീർത്തും അസാധ്യം തന്നെ. ഇതേ സമയം മറ്റൊരിടത്ത് ചൂട്ടി ഷിയോപാങ്ങിനെ വശീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തന്നോടൊപ്പം ഒരു കൊട്ടാരത്തിലിരുന്ന് ആയോധന കലാലോകം ഭരിക്കാൻ അവൾ അയാളെ പ്രേരിപ്പിച്ചു. എന്നാൽ അവരുടെ ആശയങ്ങളും വിഭിന്നമായിരുന്നു. ചൂട്ടി അധികാരമോഹത്താൽ അന്ധയായപ്പോൾ ഷിയോപാങ് സമാധാനം മാത്രമായിരുന്നു ആഗ്രഹിച്ചത്. താൻ ഈ ലോകത്തോട് വിട പറയാനുണ്ടായ യഥാർത്ഥ കാരണം ഷിയോപാങ് വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് സമാധാനം ആഗ്രഹിച്ച് വിശ്രമജീവിതം നയിച്ചിരുന്ന ഒരു യോദ്ധാവിനെ വധിക്കാൻ ഷിയോപാങ്ങിന്റെ പിതാവ് അയാളെ നിർബന്ധിച്ചിരുന്നു. ആ പ്രവൃത്തിയുടെ ആഘാതം കാരണം ഇനി ഒരിക്കലും ആരെയും താൻ കൊല്ലില്ലെന്ന് ഷിയോപാങ് അന്ന് പ്രതിജ്ഞയെടുത്തു. ഒക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞതും തന്റെയും ചൂട്ടിയുടെയും വഴി ഒന്നല്ലെന്ന് ഷിയോപാങ്ങിന് ബോധ്യം വന്നിരുന്നു. അതോടെ ഷിയോപാങ് അവിടെ നിന്നും മേയയുടെ അടുത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ ചൂട്ടിയും അവളുടെ ആളുകളും വൈകാതെത്തി അവരെ ആക്രമിച്ചു. ആ ഗ്രാമത്തിൽ കനത്ത രീതിയിൽ കലാപം നടന്നു. തുടർന്നുള്ള ബഹളത്തിൽ മിയയെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഷിയോപാങ് അവിടെത്തി പോരാടി. ആ പോരാട്ടത്തിനിടയിൽ ചൂട്ടിയുടെ വിശ്വസ്ത കാവൽക്കാരനായ യായിങ് ഷിയോപാങ്ങിനെ ആക്രമിക്കുകയും ഷിയോപാങ്ങിന്റെ കാഴ്ച താൽക്കാലികമായി ഇല്ലാതാക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ യാൻസി പെട്ടെന്ന് അങ്ങോട്ടേക്കെത്തി. യാൻസി അവരെ രക്ഷപ്പെടുത്തി. ദേഷ്യം വന്ന ചൂട്ടി മിയയെയും അമ്മയെയും തടവിലാക്കുകയും അവരെ ജീവനോടെ കത്തിക്കാൻ തന്റെ ആളുകളോട് ഉത്തരവിടുകയും ചെയ്തു. അതേസമയം മ്യാവൂസു ഒരു മരത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഷിയോപാങ്ങും യാൻസിയും ഗ്രാമത്തിൽ തിരിച്ചെത്തുമ്പോ അത് ചാരമായി മാറിയതായിരുന്നു കണ്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവർ മിയയുടെ അമ്മയുടെ കരിഞ്ഞുപോയ ശരീരം കണ്ടെത്തി. ശരീരം മുഴുവൻ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിലാണെങ്കിലും മിയയ്ക്കെപ്പോഴും ജീവനുണ്ടായിരുന്നു. ഒട്ടും മടിക്കാതെ യാൻസി ആഴ്ചകൾക്ക് മുമ്പ് വൈദ്യനിൽ നിന്ന് ലഭിച്ച തന്റെ കയ്യിലുള്ള പ്രത്യേക ഗുളിക അവൾക്ക് നൽകി. മരണത്തിന്റെ വക്കിൽ നിന്ന് പോലും ഒരു ജീവൻ രക്ഷിക്കാൻ അതിന് കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. തുടർന്ന് യാൻസി തന്റെ ദേഷ്യം ഷിയോപാങ്ങിന് നേരെ തിരിച്ചു. ചൂട്ടിയുടെ ക്രൂരതകൾക്ക് മുന്നിൽ നിഷ്ക്രിയനായി അവൻ നിന്നതിന് അവന് ശാസിച്ചു. തന്റെ ഭൂതകാലം ഇതിനകം തന്നെ ഒരുപാട് രക്തക്കറ പുരണ്ടതാണെന്നും ഇനിയൊരു ജീവൻ പോലും എടുക്കില്ലെന്ന് താൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും ഷിയോപാങ് സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ യാൻസി ഷിയോപാങ്ങിന്റെ ആ ദൃഢനിശ്ചയത്തെ, ദൃഢപ്രതിജ്ഞയെ വീണ്ടും വെല്ലുവിളിച്ചു. ഒരു ആയോധന കലാകാരന്റെ യഥാർത്ഥ ലക്ഷ്യം തിന്മയെ പരാജയപ്പെടുത്തുകയാണ്.
നടത്തുകയും പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയുമാണെന്നും അല്ലാതെ വെറുതെ മരണം വിതയ്ക്കുകയല്ലെന്നും യാൻസി വാദിച്ചു. കൂടാതെ ചൂട്ടിയുടെ സൈന്യം ഇപ്പോൾ ഷിയോപാങ്ങിന്റെ സ്വന്തം വീടായ സുപ്രീം സോർട്ട് സ്കൂളിലേക്ക് മാർച്ച് ചെയ്യുകയാണെന്നും ആയോധനകലാ ലോകത്തിന്റെ സമ്പൂർണ്ണാധികാരം നേടുകയെന്ന തന്റെ മോഹം സഫലമാക്കാൻ അത് പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് ചൂട്ടി ഉദ്ദേശിക്കുന്നതെന്നും യാൻസി വെളിപ്പെടുത്തി. അത് ഷിയോപാങ്ങിനെ ഒന്ന് ഞെട്ടിച്ചിരുന്നു. അതിനിടെ ചൂട്ടിയും അവളുടെ സൈന്യവും സുപ്രീം സോർട്ട് കൊട്ടാരത്തിലെത്തി. അവർ വിഷായുധങ്ങൾ ഉപയോഗിക്കുകയും അവിടെ അവരെ തടയാനുണ്ടായിരുന്ന നിരവധി ശിഷ്യന്മാരെ താഴെ വീഴ്ത്തുകയും ചെയ്തു. ഈ അരാജകത്വത്തിനിടയിൽ യാൻസിയും ഷിയോപാങ്ങും ഒടുവിൽ അവിടെ എത്തിച്ചേർന്നു. ഒരു വാക്കുപോലും പറയാതെ ഷിയോപാങ് യുദ്ധത്തിലേക്ക് ചാടുകയും ചൂട്ടിയുടെ സൈനികരുടെ ജീവനെടുക്കാതെ അവരെ നിഷ്ക്രിയരാക്കുകയും ചെയ്തു. ഷിയോപാങ്ങിനെ കാണുന്ന യായിങ് ചൂട്ടി തന്നെ ആവർത്തിച്ച് നിരസിച്ചതിന്റെ ദേഷ്യത്തിൽ അതിന് കാരണം ഷിയോപാങ് ആണെന്നുള്ള അറിവ് വെച്ച് അയാൾക്ക് നേരെ മാരകമായ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ഷിയോപാങ് അയാളുടെ ആക്രമണങ്ങളെ എളുപ്പത്തിൽ തടഞ്ഞു. ഹൃദയം തകർന്ന വേദനയിലും ദേഷ്യത്തിലും ചൂട്ടിയും ഷിയോപാങ്ങിനെതിരെ ആക്രമണത്തിൽ പങ്കുചേർന്നു. ആ ആശയക്കുഴപ്പത്തിനിടയിൽ യായിങ് അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുവെങ്കിലും ചൂട്ടിയുടെ വാൾ അബദ്ധത്തിൽ അയാളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. മരണത്തോട് മല്ലിടുമ്പോഴും യായിങ് ചൂട്ടിയോട് തന്റെ പ്രണയം തുറന്നു പറയുകയും അവസാനമായി തന്നെ ഒന്ന് വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ചൂട്ടിയുടെ ഹൃദയത്തിൽ അപ്പോഴും ഷിയോപാങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ വിവാഹ അഭ്യർത്ഥന അപ്പോഴും അവൾ നിരസിച്ചു. അവൾ ഷിയോപാങ്ങിന്റെ അടുത്തേക്ക് നടക്കാൻ തിരിയുമ്പോ മരിക്കാറായ യായിങ് എഴുന്നേറ്റ് തന്റെ നെഞ്ചിൽ തറച്ചിരുന്ന വാൾ ചൂട്ടിയുടെ ശരീരത്തിലൂടെയും കുത്തിയിറക്കി. തനിക്കവളെ കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും തന്നെ കിട്ടരുത് എന്ന തരം നിരാശയിലായിരുന്നു യായിങ് ഈ പ്രവൃത്തി ചെയ്തതും. ദേഷ്യം വന്ന ചൂട്ടി യായിങ്ങിനെ ഇപ്പോൾ തന്നെ കൊന്നുതള്ളി. താൻ മരിക്കാൻ കിടക്കുമ്പോൾ പലതവണ ഉപേക്ഷിക്കപ്പെട്ടിട്ടും അവൾ ഷിയോപാങ്ങിനോട് മാപ്പ് ചോദിക്കുകയും തന്നെ വിവാഹം കഴിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഷിയോപാങ് അവളെ നോക്കി തലകുലുക്കി. അവൾക്ക് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്നായിരുന്നു ഷിയോപാങ് ചിന്തിച്ചത്. പ്രതീക്ഷിതമായി ചൂട്ടി തന്റെ അവസാന ആക്രമണത്തിന് ഷിയോപാങ്ങിനെ വധിക്കാനായി മുന്നിട്ട് വരികയും ഷിയോപാങ് വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ഒടുവിൽ താൻ ഭ്രാന്തമായി സ്നേഹിച്ച ആ മനുഷ്യന്റെ കൈകളിൽ കിടന്ന് അവൾ അവസാന ശ്വാസം വലിച്ചു. അന്നത്തെ ആ ഏറ്റുമുട്ടലിൽ ഷിയോപാങ്ങും യാൻസിയും മറ്റും വിജയിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എല്ലാം ശാന്തമായി മാറി. ആ രണ്ട് ഇതിഹാസ വാൾപ്പയറ്റുകാരും വീണ്ടും കണ്ടുമുട്ടി. യാൻസിയും ഷിയോപാങ്ങും താൻ ഇതിനകം തന്റെ എല്ലാ മികച്ച വിദ്യകളും ഷിയോപാങ്ങിനെ പഠിപ്പിച്ചതിനാൽ താൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും തന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ യാൻസി ഷിയോപാങ്ങിനോട് അപേക്ഷിച്ചു. യാൻസി ഒരു യോദ്ധാവിന്റെ കടുത്ത ആദർശങ്ങളോടെയാണ് ജീവിക്കുന്നത്. ഒരു യഥാർത്ഥ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം രോഗം വന്ന് മരിക്കുന്നതിനേക്കാൾ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട് വീഴുന്നതിനാണ് കൂടുതൽ മാന്യതയുള്ളത്, കൂടുതൽ അഭിമാനം നൽകുന്നത്. അത് യാൻസി ആഗ്രഹിച്ചിരുന്നു. ഷിയോപാങ് ആ വെല്ലുവിളി സ്വീകരിച്ചു. അവർ തമ്മിൽ കഠിനമായൊരു വാൾപ്പയറ്റ് നടന്നു. നിർണായകമായ ആ വാൾപ്പയറ്റിനു ശേഷം യാൻസിയുടെ ആഗ്രഹം ഷിയോപാങ് നടത്തിക്കൊടുത്തു. ഷിയോപാങ്ങിന്റെ വാളാൽ യാൻസി കൊല്ലപ്പെട്ടു. താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു യോദ്ധാവിന്റെ മരണം അയാൾക്ക് ലഭിച്ചു. യാൻസിയെ ആദരവോടെ സംസ്കരിച്ചതിനു ശേഷം ഷിയോപാങ് മിയയോടൊപ്പം സമാധാനം നിലനിർത്തുന്നതിനായി ഒരു സഞ്ചാരിയായ വാൾപ്പയറ്റുകാരനായി മാറി ലോകം ചുറ്റാൻ തീരുമാനിച്ചു. അവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.